ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയായിരുന്നു വൻ ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടതും. ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഖത്തറിലെ LNG പ്ലാന്റുകൾക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തിൽ ആഗോള ഊർജ്ജ വിപണിയെ പോലും അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആക്രമണം ഖത്തറിന്റെ കയറ്റുമതി കുറയ്ക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും സാരമായി തന്നെ ഇത് ബാധിക്കുകയും ചെയ്തുവെന്നും ഈ റിപ്പോർട്ട് എടുത്തു സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി തന്നെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്ത് ആകമാനം ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. യുദ്ധം ഉടൻ തന്നെ അവിടെ അവസാനിപ്പിക്കാൻ ഇറാനോ ഇസ്രയേലോ അവിടെ ആഗ്രഹിക്കുന്നില്ല. പെരുന്നാൾ കഴിയുന്നതിനായി തന്നെ ഇറാൻ ആകട്ടെ കാത്തിരിക്കുകയാണ്. മാരകമായ, അതായത് അതിഭയാനകമായ ആക്രമണം അഴിച്ചുവിടാനാണ് ഇതോടുകൂടി ഇവർ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നത്. ഇത് ആശങ്കയ്ക്ക് കൂടുതൽ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ആക്രമണത്തെ തുടർന്ന് ഖത്തറിന്റെ LNG കയറ്റുമതിയിൽ ഏകദേശം 17% കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ, അതായത് ഈ ഒരു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ സാരമായി തന്നെ ബാധിക്കുന്നത്. ഖത്തറിൽ നിന്ന് വലിയ തോതിൽ പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഇന്ധന ലഭ്യതയിൽ കുറവ് നേരിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങളുടെ ഗണ്യമായ പങ്ക് ഖത്തറിൽ നിന്ന് ഏറ്റവും കൂടുതലായി എത്തുന്നത് ഖത്തറിൽ നിന്നാണ്. അതിനാൽ തന്നെ രാജ്യത്തെ വളം നിർമ്മാണം, വൈദ്യുതി ഉൽപാദനം, സിറ്റി ഗ്യാസ് വിതരണം എന്നിവയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടായേക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ വാതകത്തിന് പകരമായി ഖത്തറിനെ ആശ്രയിച്ചു തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ ആക്രമണം വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുകയാണ്. ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ വരും മാസങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും അതുപോലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവർ മുന്നിൽ കാണുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. പ്ലാന്റുകൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കയറ്റുമതി പുനഃസ്ഥാപിക്കാൻ അവിടെ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ എടുത്തേക്കാമെന്ന ഒരു റിപ്പോർട്ടാണ് ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, യൂറോപ്പിലെ ഇന്ധന വില അത് കുതിച്ചുയരാൻ ഇത് വലിയൊരു കാരണമാകുമെന്നും സൂചിപ്പിക്കുകയാണ്. ആഗോള വിപണിയിൽ LNG അത് ആ ഒരു വിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ പെടുന്ന തടസ്സം ചരക്ക് നീക്കത്തെയും അത് കൂടുതലായി തന്നെ ബാധിക്കും. കയറ്റുമതി പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, അത് ലോകമെമ്പാടുമുള്ള ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി തന്നെയാണ് ഇതിനെ വിദഗ്ധർ ഇതിനോടായി തന്നെ വിലയിരുത്തുന്നത്. സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾക്കായി തന്നെ ലോകം ഇപ്പോൾ വലിയ രീതിയിൽ അത് ഉറ്റുനോക്കുകയാണ്. ഇറാനിലെ ഇന്ധന കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഖത്തറിലെ പ്ലാന്റ് ആക്രമിക്കപ്പെടുന്നത്. ഇതോടുകൂടി തന്നെ അമേരിക്ക ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയതായും ഇസ്രായേലിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ മാത്രമായി തന്നെ തുടരുകയും, എന്നാൽ നെതന്യാഹു വ്യക്തമാക്കുന്നത് താൻ ഈ ആക്രമണം ഇനിയും തുടരും, അല്ലെങ്കിൽ ഇരുപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇനി വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.